ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചോക്ലേറ്റ് കാൻഡീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അത് നന്നായിട്ട് തടവി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ഞാൻ കുറച്ച് സ്റ്റിക്ക് വെക്കുന്നുണ്ട് കേട്ടോ. ക്യാൻഡി നമ്മൾ ഇതിലോട്ട് ഒഴിക്കുന്നതിന് മുമ്പ് അതൊക്കെ സെറ്റാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയാലും നമുക്കിത് സെറ്റാക്കാനുള്ള ടൈം ഉണ്ടാവില്ല, അപ്പോഴേക്ക് ഇത് കട്ടായി പോകും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ മാത്രമേ വെക്കാവൂ കേട്ടോ. അപ്പോൾ പഞ്ചസാരൻ്റെ അളവ് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. അതിലേക്ക് ഒരല്പം, ഒരു ടീസ്പൂണോ ഒരു ടേബിൾ സ്പൂണോ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇളക്കൊന്നും ചെയ്യേണ്ട, അത് നന്നായിട്ട് ഉരുകിയിട്ട് ഒരു ലൈറ്റ് യെല്ലോ കളർ കണ്ടില്ലേ, ആ ഒരു സമയം എത്തുമ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് റോസ്റ്റ് ചെയ്തിട്ടുള്ള കാഷ്യൂസ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ സ്റ്റിക്കൊക്കെ റെഡിയാക്കി വെച്ചില്ലേ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ ക്യാൻഡി കഴിക്കുമ്പോൾ കാഷ്യൂസോ അല്ലെങ്കിൽ ആൽമണ്ട്സോ എന്തെങ്കിലും ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് ഇടുകയാണെങ്കിൽ അതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇങ്ങനെ കടിക്കാൻ കിട്ടണമെന്നില്ലെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം കേട്ടോ. പക്ഷേ ഒന്നുകൂടി ഒരു ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റിക്കിൻ്റെ മുകളിലും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ ചെയ്യണേ, അല്ലെങ്കിൽ മൊത്തം കട്ട പിടിച്ചു പോയിട്ടുണ്ടാവും. ഇനി നമുക്കിത് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ ക്യാൻഡീനെ ചോക്ലേറ്റ് കൊണ്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് എടുക്കുക, എന്നിട്ട് നമ്മൾ അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഡയറി മിൽക്കാണ് എടുത്തിട്ടുള്ളത്, അത് ഞാനൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇതെന്തോ മെൽറ്റ് ആവുന്നില്ലായിരുന്നു, നന്നായി മെൽറ്റായ ഒരു ലിക്വിഡ് പോലെ ആവില്ലേ, അങ്ങനെ ആവുന്നില്ലായിരുന്നു കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഡബിൾ ബോയിലൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴേക്കും നമ്മളെ ക്യാൻഡിയൊക്കെ ഞാനതിൽ നിന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ആവാത്തതിനോണ്ട് ഞാൻ ഇതിലോട്ട് കുറച്ചൊരല്പം പാൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് ലിക്വിഡ് പോലെ ആക്കി. ഇനി നമ്മളെ ക്യാൻഡി ഓരോന്ന് എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇത് ചോക്ലേറ്റ് ആക്കി കൊടുത്തിട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് എടുക്കാം, വൈറ്റ് ചോക്ലേറ്റ് വേണമെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് എടുക്കാം. എന്നിട്ട് നമുക്കിത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് കട്ടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഉള്ളിലിങ്ങനെ കടിക്കാനൊക്കെ കിട്ടിയ, പുറമെ നല്ല ഡയറി മിൽക്കിൻ്റെ കോട്ടിങ്ങൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ അടിപൊളി റെസിപ്പിയാണ്. പിന്നെ ക്യാൻഡി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ മാത്രമേ ഉണ്ടാക്കാവുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാവർക്കും താങ്ക്